ഹൈ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സർവീസിന് വന്നിരിക്കുന്ന എച്ച് പിയുടെ G6 സീരീസിൽ വരുന്ന പവലിയൻ ആണ്. എച്ച് പിയുടെ ലാപ്ടോപ്പ് ആണ്. അപ്പൊ ഇതിന്റെ കംപ്ലൈൻസ് കസ്റ്റമർ പറയുന്നത് ഇതിന്റെ LED ബ്ലിങ്ക് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അത് ചെക്ക് ചെയ്യാം. ഇവിടെ ഓൺ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ DC ജാക്ക് ഉണ്ട്. DC ജാക്കിന്റെ കണക്ടറുമായി സിസ്റ്റം കൊടുക്കുന്ന സമയത്ത് ഈ LED കിടന്നിട്ട് ബ്ലിങ്ക് ചെയ്യാന്നാ പറഞ്ഞത്. സ്കീമാറ്റിക്കിൽ പോയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലായത് ഈ ഒരു സെക്ഷനിലുള്ള വോൾട്ടേജ് ആയിട്ടാണ് മനസ്സിലായത്. അഥവാ ഈ മോണിറ്ററിങ്, ഈ തെർമലിന്റെ മോണിറ്ററിംഗിൽ പ്രശ്നമായിട്ടാ, വോൾട്ടേജ് കാര്യങ്ങൾ ഇല്ല. അപ്പൊ ഇവിടെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ടാണ് കാണുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഏരിയ സിസ്റ്റത്തിൽ പോണ മദർ ബോർഡിൽ പോണ സമയത്ത് നമുക്ക് കണ്ടത് ഇവിടെ ഞാൻ ഈ പറയുന്ന മാതിരി തന്നെ ഇവിടെ വാട്ടർ ഡാമേജ്, ലീക്കേജ്, ഫംഗസ് ഇവിടെ കാണുന്നുണ്ട്. നമുക്കിവിടെ നോക്കാം. ഈ ഒരു ഏരിയയിലാണ് PR100, അതായത് PR96, PR95 ഈ ഒരു റേഞ്ചിലാണ് ഇവിടെ സ്കീമാറ്റിക്കിൽ കാണുന്ന സമയത്ത് കണ്ടില്ലേ, ഈ PR100 കാണുന്നത്, PR96, PR95 ആ റേഞ്ചിലാണ് കാണിക്കുന്നത്. പക്ഷെ ഇത് നേരെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത് PR100 എന്ന് പറഞ്ഞെങ്കിൽ ഈ ഒരു റെസിസ്റ്റർ ആണ് നമുക്ക് കാണാൻ കഴിയുക. അതേമാതിരി തന്നെ PR95 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു റെസിസ്റ്റർ ആണ് ഉണ്ടാകുക. PR96, PR95 എന്ന് പറഞ്ഞെങ്കിൽ ഈ റെസിസ്റ്റർ ഉണ്ടാകുക. അപ്പൊ C143 അഥവാ 143 എന്ന കപ്പാസിറ്റി, C എന്ന് പറഞ്ഞ കപ്പാസിറ്റർ ആണ്. ഇതിൽ C62 അതേമാതിരി തന്നെ ഈ കപ്പാസിറ്റർ കാണിക്കുന്നത്. അഥവാ സ്കീമാറ്റിക്കിൽ പോയി കഴിഞ്ഞാൽ ഈ ഒന്നല്ലെങ്കിൽ റെസിസ്റ്റർ കംപ്ലൈന്റ് അല്ലെങ്കിൽ ഈ കപ്പാസിറ്റർ കംപ്ലൈന്റ്, അല്ല എന്നെങ്കിൽ ഈ റെസിസ്റ്റർ കംപ്ലൈന്റ്, ഈ റെസിസ്റ്റർ കംപ്ലൈന്റ്, ഈ ഒരു കപ്പാസിറ്റർ, പിന്നെ അല്ല എന്നെങ്കിൽ നേരെ IOക്ക പോകുന്നത്. ഈ റിലേറ്റഡ് മേ ബി വരാൻ ചാൻസ് ഉണ്ട്. കോമൺലി നമ്മൾ കിട്ടിയ കണ്ടീഷൻ ആണെങ്കിൽ ഈ ഒരു റേഞ്ച് കൊണ്ട് തന്നെ നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യുക. ഇവിടുത്തെ മെഷർമെന്റ് നമുക്ക് എടുത്തു നോക്കാം. നമുക്ക് അഡാപ്റ്റർ കൂടെ കൊടുക്കുക. DC ജാക്ക് ബ്ലിങ്കിങ് ഉള്ളത്. ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് മൾട്ടിമീറ്റർ വെച്ചിട്ട് വോൾട്ടേജ് നമുക്ക് ട്രേസ് ചെയ്ത് നോക്കാം. നമുക്ക് ഈ ഒരു പോയിന്റാണ് കാണിക്കുന്നത്. ഈ ഒരു പോയിന്റിൽ നമുക്ക് എന്ത് ചെയ്യാം, മീറ്റർ വെച്ച് നോക്കാം. DC നമ്മൾ ഓൾറെഡി റണ്ണിങ് ആണ്. മൾട്ടിമീറ്ററിൽ വെക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ 3.3 വോൾട്ടേജ് സെറ്റ് ആയിട്ട് വോൾട്ടേജ് കാണുക. അഥവാ R1 ടോപ്പ് സൈഡ് മീൻസ് ഇവിടെയാണ് ഉണ്ടാവുക. R1 ടോപ്പ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റെസിസ്റ്ററിന്റെ ഇവിടുത്തെ വോൾട്ടേജ് നമ്മൾ അളക്കുന്ന സമയത്ത് 3.3 വോൾട്ടേജ് സെറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതാണ് ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് ആണ് നമുക്ക് മെഷർ ചെയ്യാനുള്ളത്. ഇതാണ് ഈ റെസിസ്റ്ററിന്റെ ഔട്ട്. ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിമീറ്ററിൽ വോൾട്ടേജ് കാണിക്കണം. 0 വോൾട്ടേജാണ് കാണുന്നത് ഇവിടെ. ഇനി അതേമാതിരി തന്നെ ഈ കപ്പാസിറ്റർ കാണുന്നുണ്ട്. കപ്പാസിറ്റർ ഇവിടെ നോക്കുന്ന സമയത്തും ഇവിടെ വോൾട്ടേജ് കിട്ടണം. ഇവിടെ വോൾട്ടേജ് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡിവൈഡിങ് ആണ് വരിക. ഡിവൈഡിങ് വരുന്ന സമയത്ത് ഇവിടുത്തെ വോൾട്ടേജ് കാണുന്നില്ല. അഥവാ എങ്ങനെ ഉണ്ടാവും, സ്കീമാറ്റിക്കിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ചിൽ നമ്മൾ വെച്ചത് എങ്ങനെയാ വെച്ചാൽ ഇവിടെയാണ് വെച്ചത്. പിന്നെ ഞാൻ ഇവിടെ വെച്ചു, ഇവിടെയും കിട്ടുന്നില്ല. ഇവിടെ വെച്ച് നോക്കി, ഇവിടെയും കിട്ടുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിമീറ്ററിൽ എന്ത് ചെയ്യാം, ഒരു റെസിസ്റ്റർ കണ്ടിന്യൂസ് മോഡിൽ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഷോർട്ട് ഉണ്ടാകുന്ന നോക്കുക. ഞാൻ ഈ DC എന്ത് ചെയ്യുന്നുണ്ട്, കണക്ട് ഞാൻ റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ബസർ മോഡിൽ ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പൊ അവിടെ വോൾട്ടേജ് വരാത്തതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അവിടെ ഗ്രൗണ്ടേറ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കാനാണ്. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെയാണ് കാണുന്നത്. ഇവിടെ റെസിസ്റ്റർ ഗ്രൗണ്ടൊക്കെ ഒന്നും പോകുന്നില്ല. ഇത് പിന്നെ കപ്പാസിറ്റർ ആണ്. കപ്പാസിറ്റർ ഒരു ഭാഗം മൈനസ് ആണ്. ഈ ഒരു ഭാഗത്താണ് നമുക്ക് പോസിറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തും ഗ്രൗണ്ട് അടിക്കുന്നില്ല. ഓക്കെ, ഇവിടെ ഈ കപ്പാസിറ്ററിൽ 1.2ന്റെ റേഞ്ചിലുള്ള കപ്പാസിറ്ററിൽ ഇവിടെയും ഗ്രൗണ്ട് അടിക്കുന്നില്ല. ഇവിടെ മൈനസ് ആണ്. ഇവിടെ പിന്നെ റെസിസ്റ്ററിന്റെ ഒരു ഭാഗം നമ്മൾ 100% ഗ്രൗണ്ട് അടിക്കും. ഇവിടെ ഇപ്പുറത്ത് അടിക്കൂല. മീൻസ് ഈ ലാസ്റ്റത്തെ ഗ്രൗണ്ട് അടിക്കുന്ന പറയാൻ കാരണം R2 ആണ്. ഈ ഒരു ഭാഗം ഉണ്ടാവില്ല. അപ്പൊ ലാസ്റ്റ് ഇവിടെ ഗ്രൗണ്ട് അടിക്കും, ഇവിടെ ഗ്രൗണ്ട് അടിക്കുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായത് എന്താ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നല്ല എന്നെങ്കിൽ ഈ റെസിസ്റ്റർ, ഈ ഒരു റെസിസ്റ്റർ, ഈ ഒരു റെസിസ്റ്റർ, അതല്ലാന്നെങ്കിൽ ഈ കപ്പാസിറ്റി ചെറിയ ലീക്കേജ്. അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്താൽ തന്നെ പറയാൻ കഴിയും. അപ്പൊ നമുക്ക് എന്താ ചെയ്യാന്ന് പറഞ്ഞെങ്കിൽ നമുക്കിത് റീപ്ലേസ് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് ആയിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യുന്ന മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. ക്ലീൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഹീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ കണ്ടന്റ് ഒക്കെ ഈ മോയ്സ്ചർ ഉണ്ട്, ഇവിടെ റെസ്റ്റ് ഒക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കൊന്ന് ഹീറ്റ് ചെയ്ത് നോക്കിയാൽ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, ജസ്റ്റ് കയറി വരാൻ ചാൻസ് കൂടുതലാണ്. പക്ഷെ ഒരു വേറൊരു കാര്യമുണ്ട്, ഇത് ക്ലീൻ ചെയ്ത് കിണിച്ചിട്ട് എന്ത് ചെയ്യില്ല, ഈ സാധനം റെഡി ആവണമെന്നില്ല. ഈ കോമ്പണൻസ് നമ്മൾ റീപ്ലേസ് ചെയ്യൽ മസ്റ്റ് ആണ്. കാരണം കുറച്ച് സമയം കഴിഞ്ഞ് 1-2 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കംപ്ലൈന്റ് വീണ്ടും റിപ്പീറ്റ് ആവാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഏതായാലും നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ നന്നായിട്ടൊന്ന് ഹീറ്റ് ചെയ്യണത്, ഒന്ന് ബ്ലോർ ചെയ്യണം.
അഡാപ്റ്റർ കൊടുത്തിട്ട് സ്റ്റാറ്റസ് ഒന്ന് നോക്കാം. കാര്യത്തിൽ എങ്ങനെയാ വെച്ചാൽ ഇപ്പോഴും ബ്ലിങ്കിങ് സെയിം കണ്ടീഷനിലാണ് ഉള്ളത്. അപ്പോൾ ഇത് റീപ്ലേസ് ആണ്. ഇത് കൊടുത്ത് ചൂടാക്കിയിട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ ഈ കമ്പോണൻസ് ക്ലീൻ ചെയ്തിട്ടോ ചില ആ കമ്പോണൻസിന് അതിന്റെ കറക്റ്റ് വോൾട്ടേജ് നമുക്ക് അവിടെ വരുന്നേ ഇല്ല. അതാണ് നമുക്ക് മനസ്സിലായത്. അവിടെ വോൾട്ടേജ് വരുന്നില്ല. ഓക്കെ, ഇവിടെ വരുന്നില്ല, ഇവിടെ ഈ സംഭവത്തിൽ വരുന്നില്ല, വോൾട്ടേജ് വരുന്നില്ല. അപ്പൊ നമുക്ക് എന്താ ചെയ്യാ, അത് റീപ്ലേസ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഈ ക്യാപ്പ് അതേമാതിരി തന്നെ ഈ ക്യാപ്പ് എടുത്ത് നോക്കിയാൽ ഇവിടുത്തെ സിസ്റ്റം എന്താണെന്ന് അറിയാം. ഈ ക്യാപ്പ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സിസ്റ്റം എന്താണെന്ന് അറിയാം. രജിസ്റ്റർ കംപ്ലൈന്റ് ധാര കംപ്ലൈന്റ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ചെയ്യാം, അത് റീപ്ലേസ് ചെയ്ത് നോക്കാം. ഈ ഫസ്റ്റ് ആണ് ഒരു ക്യാപ്പ് തട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ക്യാപ്പ് തട്ടി നോക്കിയിട്ട് ഇതിന്റെ സിസ്റ്റം നോക്കാം. ഈ സെയിം തന്നെയാണ് സംഭവം കാണിക്കുന്നത്. അപ്പൊ ഞാൻ റെസിസ്റ്റർ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് നീക്കുന്നുണ്ട്. റെസിസ്റ്റർ നീക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വോൾട്ടേജ് അപ്പുറത്തേക്ക് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. അങ്ങനെ ചരിച്ചു വെച്ചേ ഡി സിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഡി സി കൊടുത്തിട്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ബ്ലിങ്കിങ് അതേമായി തന്നെ സെയിം സിറ്റുവേഷനിലാണ് ബ്ലിങ്കിങ് നടക്കുന്നത്. ഇവിടുത്തെ വോൾട്ടേജ് പുറത്തേക്ക് കടക്കുന്നില്ല. ഈ വോൾട്ടേജ് പുറത്തേക്ക് കടക്കുന്നില്ല. ഇവിടുത്തെ വോൾട്ടേജ് പുറത്തേക്ക് കടക്കുന്നില്ല. പക്ഷെ ഇവിടുത്തെ റെസിസ്റ്റർ എത്രയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ PR 16 ആണ്. 16K ആണ് വരുന്നത്. 16.5 ആണ്. അപ്പൊ ഈ റേഞ്ചിലുള്ള റെസിസ്റ്റർ ഇവിടുത്തെ വോൾട്ടേജ് ഇപ്പുറത്തേക്ക് കടക്കുന്നേ ഇല്ല. മീൻസ് ഈ റെസിസ്റ്റർ കംപ്ലൈന്റ് ആവാൻ ചാൻസ് കൂടുതലാണ്. ഈ റെസിസ്റ്ററിന്റെ ഈ ഒരു ഭാഗം ഡാമേജ് ആണ്. വൺ സൈഡ് കാണുന്നുണ്ടോ, ഈ ഒരു സൈഡ് തന്നെ ഡാമേജ് ആണ്. ഈ സൈഡ് ഈ ഭാഗം ഡാമേജ് ആയിക്കണേ. അപ്പോ വേറെ റെസിസ്റ്റർ മാറ്റിട്ട് നോക്കല് മസ്റ്റ് ആണ്. അപ്പൊ ഈ റെസിസ്റ്റർ മാറ്റി നോക്കാം ഫസ്റ്റ് ആയിട്ട്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ചെയ്തത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റെസിസ്റ്റർ ഉണ്ട്. ഈ റെസിസ്റ്റർ നമ്മൾ എന്ത് ചെയ്തു, റീപ്ലേസ് ആ ചെയ്ത്. മീൻസ് ഈ ഒരു റെസിസ്റ്റർ റീപ്ലേസ് ആണ്. അപ്പോൾ ഈ ഒരു തെറ്റം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇതിന്റെ റെസ്റ്റ് പിടിച്ചിട്ട് കണക്ഷൻ കിട്ടിയിരുന്നില്ല. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ചെരിച്ചൊന്ന് വെച്ച് നോക്കി അല്ലേ. ചെരിച്ച് വെച്ചിട്ടും ഈ സാധനം സപ്ലൈ ഇങ്ങോട്ട് ഔട്ടായിരുന്നില്ല. ഔട്ടായിരിക്കാൻ കാരണം ഈ റെസിസ്റ്റർ ഇവിടെ പൊടിഞ്ഞുകൊണ്ടാണ്, ഈ കണക്ഷൻ കിട്ടാത്തതുകൊണ്ട്. ഇവരെ മെഷർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.8 വോൾട്ടേജ് അതേമാതിരി തന്നെ 1.2 വോൾട്ടേജ്. ഇതിന്റെ മേലുള്ള വോൾട്ടേജ് ആണ് കിട്ടുന്നത്. ഇതിന്റെ താഴെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റം എന്ത് ചെയ്യും, ഷട്ട് ഡൗണിലേക്കാ പോവുക. അപ്പൊ ഇവിടെ നമ്മൾ ഈ റെസിസ്റ്റർ ആണ് കംപ്ലൈന്റ് കാണുന്നത്. എന്താ ചെയ്യുക, ഡി സി ഞാൻ കൊടുത്തു. ഈ DC കൊടുത്താൽ തന്നെ ഈ ലൈറ്റ് എന്ത് ചെയ്യണം, സ്റ്റേബിളായി നിൽക്കണം. ഈ സ്റ്റേബിളായി നിന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ വോൾട്ടേജ് സെറ്റ് ആവാൻ സാധ്യത കൂടുതലാണ് എന്നുള്ളത്. നമുക്ക് എന്താ ചെയ്യുക, ഇവിടെ ഞാൻ നേരത്തെ ഈ കണ്ട കണ്ടീഷനിൽ ഇവിടെ വോൾട്ടേജ് ചെക്ക് ചെയ്യുക. അതേമാതിരി തന്നെ ഈ റെസിസ്റ്ററിന്റെ ഡിവൈഡിങ് വെച്ചിട്ട് അവിടെ ചെക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ നോക്കുന്ന 3.3 വോൾട്ടേജ് ഇവിടെ സെറ്റ് ആണ്, അഥവാ സ്റ്റാർട്ടിങ്ങിൽ. ഇതിന്റെ റെസിസ്റ്ററിന്റെ ഔട്ടാണ് ഈ ഭാഗത്താണ്. ഇവിടുത്തെ 2.7 വോൾട്ടേജാണ് വന്നിരിക്കുന്നത് ഇവിടെ. അതേമാതിരി തന്നെ ഈ ഒരു റെസിസ്റ്ററിന്റെ ഇതിന്റെ ഔട്ടിൽ 2.7 ഇത് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഡിവൈഡ് ഇതിന്റെ ഔട്ടാ കിട്ടുക. ഔട്ടിൽ 2.5 വോൾട്ടേജാണ് കിട്ടുന്നത്. അപ്പൊ നമുക്കിവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയ വോൾട്ടേജ് ഉണ്ടെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിൽ കിട്ടിയ വോൾട്ടേജ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ 1.8 1.2 ഈ വോൾട്ടേജ് ലിമിറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പൊ അത് തെർമലിന്റെ സെക്ഷൻ ആണ്. അപ്പൊ തെർമലിന്റെ സെക്ഷൻ ആയി തന്നെ ഈ വോൾട്ടേജ് ഡൗൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, സിസ്റ്റം എന്ത് ചെയ്യും, ഷട്ട് ഡൗൺ ആവുക. ഇനി നമുക്ക് സിസ്റ്റം ചെക്ക് ചെയ്യാം. ഡിസ്പ്ലേ നമുക്ക് ഫിറ്റ് ചെയ്യാം. ഈ ഒരു കണ്ടീഷനിൽ ബോർഡിൽ ഇതിലൊക്കെ നല്ല ഡസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഹെവി ഡസ്റ്റ് ആണ് കാണുന്നത്. ഈ ബോർഡിന്റെ പാർട്ടിലേക്ക് പോകുന്ന സമയത്തൊക്കെ ഇവിടെയൊക്കെ നല്ല ഡസ്റ്റ് ആണ്. നമുക്ക് ഡസ്റ്റ് ഒന്നും ഇപ്പൊ ക്ലീൻ ചെയ്യുന്നില്ല. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാ, ലാപ്ടോപ്പ് അപ്പാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ബാക്കി വർക്കുകൾ നമുക്ക് 1 by 1 ആയിട്ട് പക്ക ക്ലീൻ ആക്കിയിട്ട് സെറ്റ് ആക്കാം. സ്റ്റോൺ ആക്കാം. ഈ ഒരു കണ്ടീഷനിൽ ഡിസ്പ്ലേ വന്നിരിക്കുന്നത് വെച്ചാൽ ഹാർഡ് ഡിസ്ക് സാധനമൊക്കെ കണക്ട് ചെയ്യാനാണ് പറഞ്ഞത്. പ്രോപ്പർ അല്ല. ഇതിന്റെ ഫാനൊന്നും ഡസ്റ്റ് പക്ക ക്ലീൻ അല്ല, മൊത്തത്തിൽ ക്ലീൻ അല്ല. ജസ്റ്റ് നമുക്ക് ഡിസ്പ്ലേ വരുന്നുണ്ടാന്ന് നോക്കുക. അതിനുശേഷം നമുക്ക് എന്താ ചെയ്യാം, 1 by 1 ആയിട്ട് ബാക്കിയുള്ള വർക്കൊക്കെ കണ്ടിന്യൂസ് ആയി ചെയ്തു. ഫ്രണ്ട്സ്, അപ്പൊ ഇതിന്റെ കംപ്ലൈൻസ് ഉണ്ടായിരുന്നത് ഞാൻ ഈ പറയുന്ന മായി തന്നെ ഈ 3.3 വോൾട്ടേജ് ഇവിടെ വരുന്നുണ്ട്.
ഇതിന്റെ ഔട്ട് റെസിസ്റ്റർ അഥവാ 1.8 വോൾട്ടേജ് അതല്ലെങ്കിൽ 1.2 വോൾട്ടേജ് ഈ രണ്ട് വോൾട്ടേജ് എന്ത് ചെയ്യണം പ്രൊവൈഡിങ് കറക്റ്റ് ഓക്കെ ആയിട്ടും ഓക്കെ ആയി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഈ തെർമൽ മോണിറ്ററിംഗ് ആണ്. തെർമൽ മോണിറ്ററിംഗ് ആരാ ചെയ്യുന്നതെന്ന് പറഞ്ഞെങ്കിൽ IOK കമാൻഡ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.